ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത, പ്രായപരിധി, അപേക്ഷിക്കേണ്ട രീതി, ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു മുൻപായിട്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള സർക്കാരിന് കീഴിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2 വെറ്റിനറി തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുന്നത്. ഇതിലേക്ക് 2024 സെപ്റ്റംബർ 4 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. നമുക്കിതിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. +2 അല്ലെങ്കിൽ തത്തുല്യം, പൗൾട്രി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡയറി സയൻസ് അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സിൽ ഡിപ്ലോമ, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള BSc PPBM ഡിഗ്രി ഉള്ളവരായിരിക്കണം. ഈ ഒരു യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അടുത്തത് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം. 27,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് ഈ ഒരു ജോലിക്ക് ലഭിക്കുന്ന ശമ്പളം. നമുക്കിതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷമാണ് സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടത്. ഇതിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്കിതിലേക്ക് അപേക്ഷകൾ അയച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് അല്ലെങ്കിൽ OMR അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതിയുടെ അവസാനത്തെ 15 ദിവസത്തിനുള്ളിൽ ലഭ്യമാവുകയുള്ളൂ. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് ചെക്ക് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.